ഇതിനെക്കുറിച്ച് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ട്രെസ്സ്, ഈ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഇതുകൊണ്ട്, കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞു, സിബ്ലിങ്സിൻ്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ലാത്ത ദുരഭിമാനം എന്നൊക്കെ പറയും. ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈയിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. പക്ഷേ എന്തായാലും ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അതങ്ങ് ഒഴിവായി പോകും. പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ എന്താ പറയുക, തീരെ ഒരു ബലമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പം എനിക്ക് ഒത്തിരി ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ, ഇപ്പം നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയല്ല. ഇപ്പം അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ